ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ വ്ളോഗ്. ഞങ്ങളിപ്പം ഒരു കല്യാണത്തിന് വന്നേക്കുവാണ് കേട്ടോ. ഈ കല്യാണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വധു എന്ന് പറയുന്നത് നമ്മുടെ മലയാളി, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മലയാളി മങ്കയാണ്, മലയാളിയാണ്. അതുപോലെ വരൻ എന്ന് പറയുന്നത് ഐറിഷ് ഇവിടെ ഉള്ള ആളുമാണ് കേട്ടോ. അപ്പം ഒരു നമ്മൾ അത്ര കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇതല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു മാരേജിന്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. നമുക്കറിയാവുന്ന, ഞങ്ങൾക്ക് ക്ലോസ് ആയിട്ടുള്ള അനു എന്നാണ് വധുവിന്റെ പേര് ശരിക്കും. അപ്പം ഞങ്ങൾ ആദ്യം ഇവിടെ ക്രൂമിലായിരുന്നു. ഫസ്റ്റ് ലിൻസി അയർലൻഡിൽ വന്ന സമയത്ത് ആദ്യം ക്രൂമിലായിരുന്നു നിന്നിരുന്നത്. അപ്പൊ ആദ്യം മുതലേ നമുക്ക് പരിചയമുള്ള നമ്മുടെ ഫ്രണ്ടാണ് അനു. അപ്പം അനു ഇപ്പം അതുപോലെ അനുവിന്റെ ഹസ്ബൻഡ് ആവാൻ പോകുന്ന മോറിസും ഞങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാവുന്ന ആൾക്കാരാണ്, നന്നായിട്ട് അറിയാം. അപ്പം അത് മാത്രമല്ല, ഞങ്ങൾക്ക് അവര് ഒരാള് മലയാളിയാണ്, ഒരാൾ ഇവിടുത്തുകാരാണ് എന്നുള്ള ഒരു ഡിഫറൻസ് നമുക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങൾ സഹകരിക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളത് കൊണ്ട് അവര് ജസ്റ്റ് മാരേജ് ചെയ്യുന്നു എന്നാണ്. പക്ഷെ ഈ വീഡിയോ ഇപ്പൊ നാട്ടിൽ നിന്നൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഒരു രസമുള്ള ഒരു വീഡിയോ ആയിട്ട് തോന്നും. കാരണം ഇവിടുത്തെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് ആണല്ലോ ശരിക്കും. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളും അതുപോലെ ഇവിടുന്നുള്ള ഒരാളും അവര് ഒരുമിച്ച് ജീവിക്കുമ്പോഴത്തേക്കും അവർക്ക് എന്ന് വെച്ചാൽ ജസ്റ്റ് എല്ലാവരും മനുഷ്യരാണ്. പക്ഷെ ഇത് നാട്ടിൽ നിന്ന് കാണുന്ന ഒരു പുറത്തുനിന്ന് കാണുന്ന, നാട്ടിൽ നിന്നൊക്കെ കാണുന്ന ഒരാൾക്ക് ഇതൊരു ഒരു രസമുള്ള ഒരു കാഴ്ചയായിട്ട് തോന്നും കേട്ടോ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ആ മാരേജ് നടന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ മാരേജിന്റെ വിശേഷങ്ങളും എല്ലാം നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇങ്ങനെ ഒരു എന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫിലും ആദ്യമായിട്ടാണ് വേറൊരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു മാരേജ് നമുക്ക് കാണുന്നത്. അതിന് നമ്മൾക്ക് വേണ്ടി നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് അനുചേച്ചിക്കും അവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നു. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഒരു മാരേജ് ഇപ്പോൾ ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കേരള ടു അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ അയർലൻഡ് മാരേജ് വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് നമുക്ക് എന്തായാലും മാരേജിന്റെ വിശേഷങ്ങൾ പോയി കണ്ടു നോക്കാം കേട്ടോ. We love and honor, cherish and respect each other in marriage all days of your life. I will accept with love the children God may give you and bring them up in accordance with the law of Christ and of His church. I, Morris, take you Anu as my wife, for better, for worse, for richer, for poor, in sickness and in health, all the days of our life. I am, take you Morris, as my
അപ്പം നമ്മുടെ ചർച്ചിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം കൺഗ്രാറ്റുലേഷൻസ് ടു അനു ആൻഡ് മോറിസ്. അപ്പം ഹാപ്പി മാരീഡ് ലൈഫ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെയുള്ള അവരുടെ റിസപ്ഷനിലാണ്. എന്ന് വെച്ചാൽ ഫുഡും അതുപോലെ റിസപ്ഷനും അങ്ങനെയൊക്കെയുള്ള ഇവിടെ അടുത്ത് തന്നെ വുഡ്ലാൻഡ്സ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അത് നിങ്ങളെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോയിൽ. പല വുഡ്ലാൻഡ്സിലെ പല സ്ഥലങ്ങളിലും നമ്മൾ കുഞ്ഞൂസിനെ കൊണ്ട് പോകുന്നതും എല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അവിടെയാണ് ഇവരുടെ ബാക്കി പരിപാടി നടക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം കേട്ടോ. ചിരിക്കടി. ചർച്ചിൽ നിന്ന് വുഡ്ലാൻഡ്സിൽ എത്തിയിട്ടുണ്ട്. പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. അതാ ഇപ്പോൾ ഇത് പറഞ്ഞു. ഇത് അനു ആൻഡ് മോറിസിൻ്റെ മറ്റേ പ്രാർത്ഥന, അവിടെ വെഡ്ഡിങ് സെറമണിയിൽ ചൊല്ലുന്ന പ്രാർത്ഥനകളാണ്, ആരാധനക്രമങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ അത് ശരിക്ക് ഇത് ചെയ്തതെന്ന് വെച്ചാൽ ഇതൊരു നല്ല രസമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇത് ഇവിടുത്തെ ഒരു ഇംഗ്ലീഷും അതുപോലെ നമ്മുടെ മലയാളം കുർബാനയും എല്ലാം കൂടെ ചേർത്തിട്ടാണ് അവർ ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഇംഗ്ലീഷും ഉണ്ടായിരുന്നു, മലയാളം സോങ്ങുകളും അല്ലെങ്കിൽ മലയാളത്തിലുള്ള പ്രാർത്ഥനകളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അത് ശരിക്കും നമുക്ക് തോന്നിയത് എന്ന് വെച്ചാൽ അനുവിൻ്റെ സൈഡിലും അല്ലെങ്കിൽ ഇവരുടെ സൈഡിലും രണ്ട് രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് കൊടുത്തിട്ട് ഇവർ പ്രിപ്പയർ ചെയ്തതാണെന്ന് തോന്നുന്നു. അപ്പം ഇത് നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മുടെ ചർച്ചിൽ അവരുടെ ഇതിനകത്തുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ബെഞ്ചിനകത്ത് നമ്മളിരിക്കുന്ന സീറ്റുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചൊല്ലിക്കൊണ്ട് നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു കാര്യമായിരുന്നു. അതുപോലെ ഈ ഒരു മിക്സഡ് ലാംഗ്വേജ് വെച്ചിട്ട് ചെയ്തത്, എന്ന് വെച്ചാൽ മലയാളവും ഇംഗ്ലീഷും വെച്ച് ചെയ്തത് ശരിക്കും ആ ഒരു രണ്ട് ഇതിനെയും റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അത് നല്ലതായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഞങ്ങൾക്ക് തന്നെ മാരേജിന് ഇറങ്ങിയപ്പം നമ്മൾ ഭയങ്കര എങ്ങനെ ആയിരിക്കും എന്നും നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ അവിടെ ചെന്നപ്പം നമ്മൾ ഈ പ്രെയർ ബുക്ക് വന്നപ്പോഴത്തേന് തന്നെ അതിൽ മലയാളത്തിന്റെ സോങ്, എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ മാരേജിനൊക്കെ പാടുന്ന അതേ സോങ്ങുകൾ അതിലുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ പ്രെയറും കൂടെ ആയപ്പം നമ്മൾ ഭയങ്കര കംഫർട്ടബിളും എല്ലാം ഒരു ഇതായിരുന്നു. നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. ഇത് ശരിക്കും ബ്രൈഡിന്റെ ഗ്രൂപ്പ് വരുന്ന വെഡ്ഡിങ് വണ്ടിയാട്ടോ ഈ രീതിയിൽ ഇരിക്കുന്നത്. കുഞ്ഞിസിനൊരു ലോലിപോപ്പ് വാങ്ങിക്കൊടുത്തു. ഹലോ, എന്നാ ഉണ്ട് വിശേഷം? എന്റെ പേര് വിനേഷ്. അറിയാം. ഇതില് അനുവിന്റെ അമ്മ ഇതല്ലേ, അനുവിന്റെ പപ്പ. അങ്കിള് സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. അനുവിന്റെ ചേച്ചി. ഓക്കെ, പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. നാട് കൊല്ലം. ഹലോ. ഹായ്. നമ്മുടെ പാനിപൂരി. ഹലോ, ഹൗ ആർ യു? ഗുഡ്. അതെ.
ഞങ്ങളിത് കഴിക്കാതെ വെച്ചേക്കോണേ, അത് പോവാതിരിക്കാൻ വേണ്ടി. ഫ്രണ്ട്സ്, ഇനി നമ്മളിവിടെ വന്നിട്ട് വുഡ്ലാൻഡ്സിലൊരു ചെറിയ നമ്മൾ വുഡ്ലാൻഡ്സിൽ വന്നൊരു ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ വേറെ റൂമിലേക്ക് കയറുമോ, ഹാളിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ കയറുന്നതിന് മുന്നേ നമ്മൾ അവിടുത്തെ ലിസ്റ്റിൽ അവിടെ ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നോക്കണം നമ്മൾ ഏത് ടേബിളിലാണ് ഇരിക്കേണ്ടതെന്നുള്ളത് അതിനകത്ത് എഴുതിയിട്ടുണ്ട് അവർ. ഞങ്ങൾ നമ്പർ 16 ആണ് കേട്ടോ. ആ ശരി. കൾച്ചർ കറക്റ്റ് അവർ മിക്സ് ചെയ്തിട്ട് രണ്ട് കൾച്ചറിനെ റെസ്പെക്ട് ചെയ്തിട്ടുള്ളതാണ് ചെയ്തേക്കുന്നത്. ഇത് ഇവരുടെ ബോൾ റൂം. ഇവിടെ നമുക്ക് ഡാൻസും DJയും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ശരിക്കുള്ള ഫുഡ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫുഡ് നമ്മളിപ്പോൾ കഴിച്ചത് സ്നാക്സാണ്. നമ്മള് 16 അത് ഈ ടേബിൾ നമ്പർ വെച്ചിട്ടുണ്ടല്ലോ. എന്തോ മൊത്തം വാവ്, ചോക്ലേറ്റാ? ഓക്കെ, താങ്ക് യു കാർഡാണ്. ഇത് ഓപ്പൺ ചെയ്ത് നമ്മുടെ പേര് കാണിച്ച പുറത്ത് Vinesh, Lindsay and Liana. Thank you from the new Mr. and Mrs. to Vinesh, Lindsay and Liana. We hope that you have a lovely night. From Morris and others. Okay. കൊള്ളാല്ലേ? The wedding menu. ഫ്രണ്ട്സ്, ഇവിടെ ഒരു മെനു വെച്ചിട്ടുണ്ട്. വെഡിങ്ങിന്റെ ഫോട്ടോ വരെ ഇതിപ്പോൾ റീസെൻ്റ്ലി അടിച്ചായിരിക്കും അല്ലേ, പ്രിന്റ് ചെയ്തെടുത്തതാ. അപ്പോൾ ഇന്നത്തെ മെനു എന്തൊക്കെയാണെന്നും എന്തൊക്കെയാണ് ഇവിടുത്തെ നടക്കാൻ പോകുന്നതെന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലേ? ഇത് നോക്കി നിങ്ങൾ, ഇതിലും അവർ ആ ഒരു കൾച്ചർ മിക്സ് ചെയ്തിട്ടുണ്ട്. മറ്റേ ഇത് സ്കോട്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുണ്ട്. ഇത് ഐറിഷ് ഫുഡാണ്. ചിക്കൻ ആൻഡ് മഷ്റൂം, ക്രീം ഓഫ് വെജിറ്റബിൾസും, പാലപ്പം വിത്ത് റോസ്റ്റഡ് ബീഫ്, കേരള ഓർ വെജിറ്റേറിയൻ കറി, ഇന്ത്യൻ പ്ലാറ്റർ, ചിക്കൻ ടിക്ക, ചിക്കൻ തന്തൂരി, ലാം സീക്ക്, സ്പൈസ്ഡ് പ്രോൺ, തന്തൂരി. The engagement, homemade mango sorbet or Caesar salad house style. The ceremony, chicken biryani, Kerala style with papadam, lemon pickle and rice. പിന്നെ അതിന് വേറൊരിതും കാണുകൂടി. ഇപ്പം എല്ലാവരും ചിലപ്പോൾ വേറെ ഫുഡും കഴിക്കണമെന്നില്ലല്ലോ, ഐറിഷ് ഫുഡ്. അപ്പം വരുന്നവർക്ക് ഇന്ത്യൻ ഫുഡ് ഉള്ള മാത്രം കഴിക്കുന്നവരാണെങ്കിൽ അത് കഴിക്കാമല്ലോ. ഓരോ ടേബിൾ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ട് കേട്ടോ. അത് അനു ആൻഡ് മോറിസ് 26 ഓഗസ്റ്റ് 2023. എന്നിട്ട് അതിൽ കുഞ്ഞുസ് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ ഒരു പാക്ക്. Speed to the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. ഫ്രണ്ട്സ്, ഇങ്ങനെ ഇവിടെ വന്നിട്ട് മോറിസും ഇവരെല്ലാം സംസാരിച്ചു. മോറിസിൻ്റെ ബ്രദറും ഒരു നല്ല സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഇവർ താങ്ക്സ് പറഞ്ഞു കേട്ടോ. മോറിസ് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഡൈനിങ്ങിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മിക്സ്ഡ് ഡൈനിങ് ആണ്. എന്ന് വെച്ചാൽ ഇന്ത്യനും കൊടുത്തിട്ടുണ്ട്, ഇവിടുത്തെ ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ലച്ചു ഇന്ത്യൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ ഒരു ഡിഷാണ് സ്റ്റാർട്ടർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതെന്തായിരുന്നു? വുഡ്ലാൻഡ്സ് ചിക്കൻ ആൻഡ് മഷ്റൂം ബോളുവെന്റ്, പിന്നെ ഇന്ത്യൻ പ്ലാറ്റേഴ്സിൽ ചിക്കൻ തന്തൂരി, ലാം സീക്ക്, സ്പൈസ്ഡ് പ്രോൺ ആൻഡ് തന്തൂരി സാലഡ്. അപ്പോൾ ഞങ്ങൾ ഇനി പതുക്കെ ഓരോന്ന് കഴിക്കുക കേട്ടോ. നമുക്ക് ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത സാധനം വന്നിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് മാംഗോ സോർബറ്റ്. നമ്മൾ സ്റ്റാർട്ടർ കഴിച്ചിട്ട് സെക്ഷനിലുള്ള കേട്ടോ. ഇത് സെറിമണി എന്നുള്ളതിലാണ് നമ്മളുടെ മെയിൻ മീൽ കോഴ്സ് വരുന്നത്. പിന്നെ ഇത് ഹണിമൂൺ
ഫുഡ് ലൈൻസ് ഡെസേർട്ട് ട്രോളിയിൽ കുറേ സംഭവങ്ങളുണ്ട്. പായസം, നമുക്ക് ഇഷ്ടത്തിനുള്ള കുറേ സാധനങ്ങൾ. ഫ്രണ്ട്സ്, ഇനിയിപ്പം നമ്മുടെ മെയിൻ കോഴ്സ് വന്നിട്ടുണ്ട്, ചിക്കൻ ബിരിയാണി കേട്ടോ. ഫ്രണ്ട്സ്, അടുത്ത് നമുക്ക് ഡെസേർട്ടാണ് ലാസ്റ്റ്. ഇത് ക്യാരറ്റ് ഹൽവ. ഇതെന്ത് വരുന്നത്? പായസം. ഇത് അവർ ടീയും കൊണ്ട് തന്നിട്ടുണ്ട്. ടീയിലൂടെ കുടിക്കാനാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ ഞാൻ ടീ ഓർഡർ ചെയ്തിട്ടില്ല. ലച്ചു ടീ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വൈൻ കുടിച്ചായിരുന്നു, അപ്പോൾ ഞാൻ പിന്നെ ടീ എടുത്തില്ല. Oh, wow! High five! Good job! Now jump back down again! Woo! Wow! Do you like it? Yeah, thank you. Thank you. Morris, are these the groomsmen? Are these the groomsmen? Okay. Yeah. It's a special tradition. It's a special tradition for all the groomsmen to give a big Irish jig before their first dance. Hey, 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 hey! Oh! ഫ്രണ്ട്സ്, ഇത് ഫസ്റ്റ് ഡാൻസ് ആണ്. Woo!